കണ്ണൂരിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദം മൂലമല്ലെന്ന് കലക്ടറുടെ വാദം തള്ളി ബന്ധുക്കൾ. ഓരോ മണിക്കൂർ ഇടവിട്ട് അനീഷിനെ കലക്ടറേറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് സമ്മർദ്ദം നടത്തിയിരുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും പോലും സമയം കിട്ടിയിരുന്നില്ലെന്നും അനീഷിന്റെ സഹോദരി ഭർത്താവ് ഷൈജു പറഞ്ഞു. സമ്മർദ്ദം ഉണ്ടായില്ലെന്ന് പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും സമ്മർദ്ദം ഉണ്ടായിരുന്നു. ജോലി സമ്മർദ്ദം അദ്ദേഹത്തിന് തീർക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഇത്രയേറെ വീടുകൾ കയറാൻ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ കയറി ഇറങ്ങേണ്ടതായ കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു. പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിരുന്നു. അപ്പം എല്ലാ വശത്തുനിന്നുള്ള സമ്മർദ്ദം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലാസ്റ്റ് ഒരു പിടുത്തം കിട്ടാതെ വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. ഷഫീഖ് നസ്രുള്ള ചേരുന്നുണ്ട്. ഷഫീഖ്, അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവാണ് സംസാരിച്ചത്. നേരത്തെ കലക്ടർ ഈ കാര്യം നിഷേധിച്ചതാണ്. കാരണം സഹായം വരെ ചോദിച്ചിരുന്നു, അനീഷിനോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വരെ ചോദിച്ചിരുന്നു എന്നാണ് നേരത്തെ കലക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ തള്ളുകയാണ് കുടുംബം. എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ അനീഷ് അനുഭവിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്? ജോലി സമ്മർദ്ദമുണ്ടായിരുന്നില്ല എന്ന ജില്ലാ കളക്ടറുടെ വാദത്തെ പൂർണ്ണമായും കുടുംബം തള്ളുകയാണ്. ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. പുലർച്ചെ തന്നെ ഈ ജോലി ആവശ്യാർത്ഥം പുറത്തു പോയാൽ പിന്നീട് ഏറെ വൈകിയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുക. അതിനിടയിൽ വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ സമയം പോലും ലഭിച്ചിരുന്നില്ല എന്ന് സൂചിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട്. അത്രമേൽ സമ്മർദ്ദം ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്നു. ഓരോ മണിക്കൂർ ഇടവിട്ടും ഈ പ്രവർത്തനത്തിൻ്റെ പുരോഗതി എത്രയാണ് എന്നറിയുന്നതിന് വേണ്ടി കളക്ടറേറ്റിൽ നിന്ന് നിരന്തരം വിളിച്ചിരുന്നതായും അങ്ങനെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും പറയുന്നു. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത്തരം ഒരു കടുങ്കൈയിലേക്ക് എത്തിയത് എന്ന് കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കലക്ടർ സൂചിപ്പിച്ചിരുന്നത് ഇത്തരത്തിൽ ജോലി സംബന്ധമായ ഒരു സമ്മർദ്ദം ഇല്ല എന്നായിരുന്നുവെങ്കിൽ കുടുംബം അത് പാടെ തള്ളുകയാണ്. ജോലി സംബന്ധമായ സമ്മർദ്ദം നിരന്തരമായി ഉണ്ടായിരുന്നു. നേരത്തെ പോയി ഏറെ വൈകി വരുമ്പോഴും കൃത്യമായി വീടുകൾ അറിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്. നാട്ടിൽ പരിചിതമല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പരിചയമില്ലാത്ത വീടുകളിൽ എത്തിപ്പെടുന്നതിന് ഏറെ സമയം വേണ്ടി വന്നു. ആ സമയങ്ങളിലൊക്കെയും ഓരോ മണിക്കൂർ ഇടവിട്ട് നിരന്തരമായി കളക്ടറേറ്റിൽ നിന്ന് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. സമ്മർദ്ദം പെടുത്തിയിരുന്നു. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കണം എന്നൊരു സമ്മർദ്ദം വന്നത് ആളുകൾക്ക് അത് നിയന്ത്രിക്കാൻ തിരിച്ചു വരാം.